വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ആദിലയും നൂറയും. പക്ഷെ അവർ ഇന്നലെ ഒരു വലിയൊരു ഈ വീട് കടന്നൽ പാർക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് പണിത നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഫൈസലിൻ്റെ വീട്. അവിടെ ഒരു കടന്നൽ പാർക്കലുണ്ടായിരുന്നു. അതിന് നമ്മുടെ ആദിലയും നൂറയും റസ്മീനും പഴയ ബിഗ് ബോസ് മത്സരാർത്ഥിയാണ്, അവരും കൂടി ചെന്നു. അപ്പോൾ മോഹൻലാൽ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെന്ന് ഇവരെല്ലാവരും കൂടി ഫോട്ടോ എടുക്കലും അവിടെ ഇനിയിപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഒഴിച്ച് ബാക്കി എല്ലാ നടീനടന്മാരും എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഉണ്ടായത് അവിടെയല്ല. ഇവർ വലിയ സന്തോഷത്തിൽ ഇവർ നൂറയാതിരിയും റസ്മിനൊക്കെ പോയി. പക്ഷേ നമ്മുടെ മലബാർ ഗോൾഡിന് അത് വലിയൊരു നാണക്കേടായി മാറി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളെ എന്തിനാണ് ഇവർ രണ്ടുപേരും എന്തിനാണ് ഈ ഫംഗ്ഷന് ക്ഷണിച്ചത്? അത് ഞങ്ങൾ അപമാനിക്കലാണ്. അവർ ബന്ധുക്കളും സ്വന്തക്കാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഫൈസലിൻ്റെ മെത്തിക്കാൻ കയറി. നീയാണോ ക്ഷണിച്ചത്? ഫൈസൽ പറഞ്ഞു ഞാനറിയില്ല. റസ്മിൻ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷേ റസ്മിൻ്റെ കൂടെ അവർ വന്നതാണെന്ന് പറയുന്നുണ്ട്. അതാ ക്ഷണിച്ചിട്ടാണെന്ന് പറയുന്നത് അതൊന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ എന്തുണ്ടായാലും രണ്ടുപേരാകെ നാണം കെട്ടു. കാരണം ഇവിടുന്ന് പോയതിന് ശേഷം, ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് പോയതിന് ശേഷം ഫൈസൽ ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും ഇവർ വന്നുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടുണ്ടായ ഒരു സംഭവമല്ല അത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ എൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷമാപണം ഇട്ടു. അതോടുകൂടി ആദിലയും നൂറയും ഒരു വീട്ടിലും കയറ്റാൻ കൊള്ളാത്തവരായി വീണ്ടും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ബിഗ് ബോസിൽ കത്തിച്ചു വിട്ട ഒരു വാണം ഇപ്പോഴും ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. അത് വലിയൊരു കഷ്ടമാണ്. അവരവരുടേതായുള്ള രീതി പോലെ ജീവിക്കട്ടെ. പക്ഷേ ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, കയറാൻ പറ്റിയ വീടാണോ എന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ പോയാൽ മതി. അതാണ് നല്ലത്. കൂട്ടുകാർ വിളിച്ചെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ ക്ഷണിച്ചെന്ന് പറഞ്ഞിട്ട് പോയാലും അവരെയും കുറേ പരിചയക്കാരും ബന്ധുക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് ഏറ്റവും വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ അവിടേക്കൊക്കെ ഇങ്ങനെ ഒരു സംഭവത്തിന് ഉണ്ടാവുക എന്ന് പറഞ്ഞത് അവർക്കും വളരെ ഒരു വിഷമം ഉണ്ടാവേണ്ട കാര്യമാണ്. അവരുടെ സുഹൃത്തുക്കളെല്ലാവരും ചോദിക്കുന്നത് അവരച്ഛനെ ഉമ്മേനും വാപ്പേനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളെ എന്തിനാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് ക്ഷണിച്ചേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ വിഷയമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ ലക്ഷ്മി കത്തിച്ചു വിട്ട വാണം ഇനി അവരുടെ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്നെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ അവിടെ നിർത്തുന്നു.